ശാന്തി 29/9/24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 3/2/2002 മധുബൻ. ലക്ഷ്യവും ലക്ഷണവും സമാനമാക്കൂ, സർവ ഖജനാവുകളിലും സമ്പന്നമാകൂ. ഇന്ന് സർവ ഖജനാവുകളുടെയും അധികാരി തൻ്റെ ഖജനാവുകളാൽ സമ്പന്നമായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടിയും സർവ ഖജനാവുകൾ കൊണ്ടും സമ്പന്നമാണ്. ആര് സമ്പന്നമായിരിക്കുന്നുവോ അവരുടെ അടയാളമാണ് സദാ പ്രാപ്തി സ്വരൂപമായി തൃപ്ത ആത്മാവായി കാണപ്പെടും. സദാ സന്തോഷം ദൃശ്യമാകും, കാരണം നിറഞ്ഞവരാണ്. അപ്പോൾ ഓരോരുത്തരും സ്വയം തന്നോട് ചോദിക്കൂ, എൻ്റെ അടുക്കൽ എത്ര ഖജനാവുകൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്? ഈ അവിനാശി ഖജനാവുകൾ ഇപ്പോഴും പ്രാപ്തമാണ്. ഭാവിയിൽ അനേകം ജന്മങ്ങൾ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ ഖജനാവുകൾ സമാപ്തമാകാൻ പോകുന്നവയല്ല. ഏറ്റവും ആദ്യത്തെ ഖജനാവാണ് ജ്ഞാനത്തിൻ്റെ ഖജനാവ്. ആ ജ്ഞാനത്തിൻ്റെ ഖജനാവിലൂടെ ഈ സമയത്തും താങ്കളേവരും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഇരിക്കവേ, പഴയ ലോകത്തിൽ ഇരിക്കവേ, തമോ ഗുണി വായുമണ്ഡലത്തിൽ ഇരിക്കവേ, ജ്ഞാനത്തിൻ്റെ ഖജനാവിൻ്റെ ആധാരത്തിലൂടെ ഈ എല്ലാ വായുമണ്ഡലത്തിൽ നിന്നും വൈബ്രേഷനിൽ നിന്നും വേറിട്ടവരും മുക്തവുമാണ്. കമലപുഷ്പ സമാനം വേറിട്ടവരും മുക്തവുമായ ആത്മാക്കൾ ദുഃഖത്തിൽ നിന്നും ചിന്തകളിൽ നിന്നും അശാന്തിയിൽ നിന്നും മുക്തമാണ്. ജീവിതത്തിൽ ഇരിക്കവേ തിന്മകളുടെ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാണ്. വ്യർത്ഥ സങ്കല്പങ്ങളുടെ കൊടുങ്കാറ്റിൽ നിന്നും മുക്തമാണ്. മുക്തമാണോ? എല്ലാവരും കൈ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുക്തിയും ജീവൻ മുക്തിയും ഈ ജ്ഞാനത്തിൻ്റെ ഖജനാവിൻ്റെ ഫലമാണ്, പ്രാപ്തിയാണ്. വ്യർത്ഥ സങ്കല്പങ്ങൾ വരാൻ പരിശ്രമിക്കുന്നു, നെഗറ്റീവും വരുന്നു എന്നിരിക്കട്ടെ. എന്നാൽ ജ്ഞാനം, അതായത് ഈ അറിവുണ്ട്, വ്യർത്ഥ സങ്കല്പങ്ങളുടെയും നെഗറ്റീവിൻ്റെയും ജോലിയാണ് വരിക എന്നത്. ജ്ഞാനി ആത്മാവായ താങ്കളുടെ ജോലിയാണ് ഇതിൽ നിന്നും മുക്തവും വേറിട്ടവരും ബാബയ്ക്ക് പ്രിയപ്പെട്ടവരുമായിരിക്കുക എന്നത്. അപ്പോൾ ചെക്ക് ചെയ്യൂ, ജ്ഞാനത്തിൻ്റെ ഖജനാവ് പ്രാപ്തമാണോ? നിറഞ്ഞതാണോ? സമ്പന്നമാണോ? അതോ കുറവാണോ? അഥവാ കുറവാണെങ്കിൽ അതിനെ ശേഖരിക്കൂ, ഒഴിഞ്ഞവരായിരിക്കരുത്. ഇതേപോലെ തന്നെയാണ് യോഗത്തിൻ്റെ ഖജനാവ്. അതിലൂടെ സർവശക്തികളുടെയും പ്രാപ്തി ഉണ്ടാകുന്നു. അപ്പോൾ സ്വയം നോക്കൂ, യോഗത്തിൻ്റെ ഖജനാവിലൂടെ സർവശക്തികളും ശേഖരിച്ചുവോ? സർവവും. അഥവാ ഒരു ശക്തിയെങ്കിലും കുറവാണെങ്കിൽ സമയത്തിന് ചതിക്കും. നിങ്ങൾ ഏവരുടെയും ടൈറ്റിൽ മാസ്റ്റർ സർവശക്തിവാൻ എന്നാണ്. ശക്തിവാൻ അല്ല, സർവശക്തിവാൻ. അപ്പോൾ സർവശക്തികളുടെയും ഖജനാവ് യോഗബലത്തിലൂടെ ശേഖരിച്ചോ? നിറഞ്ഞിരിക്കുകയാണോ? പ്രാപ്തി സ്വരൂപമാണോ? അതോ കുറവുണ്ടോ? എന്തുകൊണ്ട്? ഇപ്പോൾ തൻ്റെ കുറവിനെ നികത്താൻ സാധിക്കും. ഇപ്പോൾ ചാൻസ് ഉണ്ട്. പിന്നീട് സമ്പന്നമാകുന്നതിനുള്ള സമയം സമാപ്തമായി പോകും. എങ്കിൽ കുറവ് അവശേഷിച്ചു പോകും. ചെക്ക് ചെയ്യൂ, ഓരോരോ ശക്തിയെയും മുന്നിൽ കൊണ്ടുവരൂ. മുഴുവൻ ദിവസത്തെയും ദിനചര്യയിൽ ചെക്ക് ചെയ്യൂ. അഥവാ പേഴ്സൻറ്റേജും കുറവാണെങ്കിൽ ഫുൾ പാസ് എന്ന് പറയില്ല, കാരണം താങ്കൾ ഏവരുടെയും ലക്ഷ്യമാണ്. ഫുൾ പാസ് ആകണമോ അതോ ഹാഫ് പാസ് ആകണമോ എന്ന് ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും എല്ലാവരും പറയുന്നു നമ്മൾ സൂര്യവംശിയാകും, ചന്ദ്രവംശിയാവുകയില്ല. ചന്ദ്രവംശിയാകുമോ?
ബാബ്ദാദ വളരെ നല്ല സിംഹാസനം നൽകും. ചന്ദ്രവംശിയാകുമോ? ഇന്ത്യയിലുള്ളവർ സൂര്യവംശിയാകട്ടെ, ഫോറിനിലുള്ളവർ ചന്ദ്രവംശിയാകട്ടെ എന്നാണെങ്കിൽ ആകുമോ? ആകില്ലല്ലോ. ആകണമോ? ആവുക തന്നെ വേണം. ഇത് ബാബ്ദാദ ചിറ്റ് ചാറ്റ് നടത്തുകയാണ്. സൂര്യവംശി ആവുക തന്നെ വേണം എന്നിരിക്കെ ദൃഢനിശ്ചയമുണ്ട്. ബാബയോടും സ്വയം തന്നോടും പ്രതിജ്ഞ ചെയ്തു. അതിനാൽ ഇപ്പോൾ മുതൽ ഒരു ശക്തിയുടെയും പെർസെൻറ്റേജ് കുറവാകരുത്. അഥവാ സർക്കംസ്റ്റൻസസ് അനുസരിച്ച്, സമസ്യകൾ അനുസരിച്ച് പെർസെൻറ്റേജ് കുറഞ്ഞു പോയി എന്ന് പറയുകയാണെങ്കിൽ 14 കല ആയി പോകും. അതിനാൽ ഈയിടെ ബാബ്ദാദ 4 ഭാഗത്തുമുള്ള എല്ലാ കുട്ടികളുടെയും കണക്കും രജിസ്റ്ററും ചെക്ക് ചെയ്യുകയാണ്. ബാബ്ദാദയുടെ അടുത്തും ഓരോരുത്തരുടെയും രജിസ്റ്ററുണ്ട്. കാരണം സമയമനുസരിച്ച് മുൻകൂട്ടി തന്നെ ബാബ്ദാദ കുട്ടികളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയത്തിൻ്റെ വേഗതയനുസരിച്ച് എപ്പോഴെങ്കിലും എന്ന് ഇപ്പോൾ പറയാതിരിക്കൂ. ഇപ്പോൾ എപ്പോഴെങ്കിലും ശരിയായിക്കൊള്ളും, ചെയ്തുകൊള്ളും, നടക്കുക തന്നെ വേണം, ഇങ്ങനെ ചിന്തിക്കരുത്. നടക്കണം എന്നല്ല, ഇപ്പോൾ തന്നെ ചെയ്യുക തന്നെ വേണം. സമയത്തിൻ്റെ വേഗത തീവ്രമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ബാബ് സമാൻ ആകുന്നതിൻ്റെ, ഫുൾ പാസ് ആകുന്നതിൻ്റെ, 16 കലാ സമ്പന്നമാകുന്നതിൻ്റെ ലക്ഷ്യം വച്ചിരിക്കുകയാണ്. അപ്പോൾ ബാബ്ദാദയും ആഗ്രഹിക്കുന്നത് ഇതാണ്. ലക്ഷ്യവും പ്രാക്ടിക്കലിലെ ലക്ഷണവും സമാനമാകണം. എപ്പോഴാണോ ലക്ഷ്യവും ലക്ഷണവും രണ്ടും സമാനമാകുന്നത്, അപ്പോൾ തന്നെയാണ് സഹജമായി ബാബയ്ക്ക് സമാനമായി മാറുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യൂ. നടന്നുകൊള്ളും, ആവുക തന്നെ ചെയ്യും. ഇത് അലക്ഷ്യമാണ്. എന്ത് ചെയ്യണമോ, എന്ത് ആകണമോ, ഏതൊരു ലക്ഷ്യമുണ്ടോ അത് ഇപ്പോൾ തന്നെ ചെയ്യണം, ആകണം. എപ്പോഴെങ്കിലും എന്ന വാക്ക് കൊണ്ടുവരാതിരിക്കൂ. ഇപ്പോൾ തന്നെ എന്നാകണം. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ഖജനാവുണ്ട്, യോഗത്തിൻ്റെ ഖജനാവുണ്ട്, ഇനിയും ധാരണകളുടെ ഖജനാവുണ്ട്. അതിലൂടെ അഥവാ ധാരണകളിലൂടെ ഗുണങ്ങളുടെ ഖജനാവ് ശേഖരിക്കപ്പെടുന്നു. സർവശക്തികൾ ഉള്ളതുപോലെ ഗുണങ്ങളുടെ കാര്യത്തിലും അതേപോലെ തന്നെ സർവഗുണങ്ങളുണ്ട്. കേവലം ഗുണം അല്ല, സർവഗുണം ഉണ്ട്. അപ്പോൾ സർവഗുണവുമുണ്ടോ? അതോ 1-2 ഗുണങ്ങൾ കുറവാണെങ്കിൽ അതിനെന്താ എന്ന് ചിന്തിക്കുകയാണോ? നടക്കുമോ? നടക്കുകയില്ല, സ്വീകാര്യമാവുകയില്ല എന്നർത്ഥം. അപ്പോൾ സർവഗുണങ്ങളുടെയും ഖജനാവ് ശേഖരിക്കപ്പെട്ടോ? ഏതൊരു ഗുണത്തിൻ്റെ കുറവാണോ ഉള്ളത് അതിനെ ചെക്ക് ചെയ്ത് നിറഞ്ഞവരാകൂ. 4ാമത്തെ കാര്യമാണ് സേവനം. സേവനത്തിലൂടെ എല്ലാവർക്കും അനുഭവമുണ്ട്. എപ്പോഴെല്ലാം മനസ്സാ സേവനത്തിലൂടെയോ വാക്കിലൂടെയോ കർമ്മത്തിലൂടെയോ സേവനം ചെയ്യുന്നുവോ അപ്പോൾ അതിൻ്റെ പ്രാപ്തിയായി ആത്മീയ സന്തോഷം ലഭിക്കുന്നു. അപ്പോൾ ചെക്ക് ചെയ്യൂ. സേവനത്തിലൂടെ സന്തോഷത്തിൻ്റെ അനുഭൂതി എത്രത്തോളം നേടി? അഥവാ സേവനം ചെയ്തു സന്തോഷം ഉണ്ടായില്ല എങ്കിൽ ആ സേവനം യഥാർത്ഥ സേവനമല്ല. സേവനത്തിൽ ഏതെങ്കിലുമൊക്കെ കുറവുണ്ട്. അതിനാലാണ് സന്തോഷം ലഭിക്കാത്തത്. സേവനത്തിൻ്റെ അർത്ഥമാണ് ആത്മാവ് സ്വയം പ്രസന്നമായി വിടർന്ന ആത്മീയ റോസാ പുഷ്പമായി സന്തോഷത്തിൻ്റെ ഊഞ്ഞാലിൽ ആടുന്നവരായി അനുഭവിക്കും. അപ്പോൾ ചെക്ക് ചെയ്യൂ. മുഴുവൻ ദിവസവും സേവനം ചെയ്തു. പക്ഷേ മുഴുവൻ ദിവസത്തെയും സേവനവുമായി തുലനം ചെയ്യുമ്പോൾ ഇത്രയും സന്തോഷമുണ്ടായോ? അതോ ഇതല്ല ഇത്, ഇതല്ല ഇത് എന്ന് ചിന്താ വിചാരങ്ങൾ മാത്രം നടന്നുകൊണ്ടിരുന്നു? താങ്കളുടെ സന്തോഷത്തിൻ്റെ പ്രഭാവം ഒന്നാമതായി സേവാസ്ഥാനത്ത്, രണ്ടാമതായി
സേവനത്തിൻ്റെ സഹചാരികളിൽ മൂന്നാമതായി ഏത് ആത്മാക്കളുടെ സേവനം ചെയ്തുവോ ആ ആത്മാക്കളിൽ പതിയണം. വായുമണ്ഡലവും സന്തുഷ്ടമാകണം. ഇതാണ് സേവനത്തിൻ്റെ ഖജനാവായ സന്തോഷം. ഇനിയൊരു കാര്യമുണ്ട്. 4 വിഷയങ്ങൾ വന്നു കഴിഞ്ഞു. ഇനിയൊന്നാണ് സംബന്ധ സമ്പർക്കം. അതും വളരെ ആവശ്യമാണ്. എന്തുകൊണ്ട്? പല കുട്ടികളും വിചാരിക്കുന്നു ബാബ്ദാദയോട് ഏതായാലും സംബന്ധമുണ്ട്, പരിവാരത്തിൽ ഉണ്ടായാലോ ഉണ്ടായില്ലെങ്കിലോ എന്തു കുഴപ്പം? ബീജവുമായി തീർച്ചയായും ഉണ്ട്. എന്നാൽ താങ്കൾക്ക് വിശ്വത്തിൻ്റെ രാജ്യം ഭരിക്കണമല്ലോ. അപ്പോൾ രാജ്യത്തിൽ സംബന്ധത്തിൽ വരേണ്ടി തന്നെ വരും. അതിനാൽ സംബന്ധ സമ്പർക്കത്തിൽ വരിക തന്നെ വേണം. എന്നാൽ സംബന്ധ സമ്പർക്കത്തിലൂടെ ലഭിക്കുന്ന യഥാർത്ഥ ഖജനാവാണ് ആശീർവാദങ്ങൾ. സംബന്ധ സമ്പർക്കത്തിലൂടെ അല്ലാതെ താങ്കളുടെ അടുക്കൽ ആശീർവാദങ്ങളുടെ ഖജനാവ് ശേഖരിക്കപ്പെടുകയില്ല. മാതാപിതാക്കളുടെ ആശീർവാദങ്ങളുണ്ട്. എന്നാൽ സംബന്ധ സമ്പർക്കത്തിലും ആശീർവാദങ്ങൾ നേടണം. അഥവാ ആശീർവാദങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ, ഫീലിംഗ് വരുന്നില്ലെങ്കിൽ മനസ്സിലാക്കൂ, സംബന്ധ സമ്പർക്കത്തിൽ എന്തോ കുറവുണ്ട്. അഥവാ യഥാർത്ഥ രീതിയിൽ സംബന്ധ സമ്പർക്കമുണ്ടെങ്കിൽ ആശീർവാദങ്ങളുടെ അനുഭൂതി ഉണ്ടാകേണ്ടതാണ്. ആശീർവാദങ്ങളുടെ അനുഭൂതി എന്തായിരിക്കും? അനുഭവിയാണല്ലോ. അഥവാ സേവനത്തിലൂടെ ആശീർവാദങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ആശീർവാദങ്ങൾ ലഭിക്കുന്നതിൻ്റെ അനുഭവം ഇതായിരിക്കും. അതായത് അവർ സ്വയവും സംബന്ധത്തിൽ വരുന്നു. കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഡബിൾ ലൈറ്റ് അഥവാ ഭാരരഹിതമായിരിക്കും. ഭാരം അനുഭവപ്പെടുകയില്ല. ആരുടെ സേവനം ചെയ്തുവോ സംബന്ധ സമ്പർക്കത്തിൽ വന്നുവോ അവരും ഡബിൾ ലൈറ്റായി ഫീൽ ചെയ്യും. ഇവർ സംബന്ധത്തിൽ സദാ ഭാരരഹിതമാണ്, അതായത് ഈസിയാണ്, ഭാരിച്ചതായിരിക്കില്ല എന്ന് അനുഭവിക്കും. സംബന്ധത്തിൽ വന്നാലും വന്നില്ലെങ്കിലും ആശീർവാദങ്ങൾ ലഭിക്കുന്നത് കാരണം 2 ഭാഗവും നിയമമനുസരിച്ച് ഡബിൾ ലൈറ്റായിരിക്കും. കൂടുതൽ മധുരം ഉള്ളയിടത്ത് ഉറുമ്പുകൾ ധാരാളം വരുന്നു എന്ന ചൊല്ല് ഉള്ളതുപോലെ ഈസി ആകരുത്. അപ്പോൾ ഇത്രയും ഈസിയുമായിരിക്കില്ല, എന്നാൽ ഡബിൾ ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ബാബ്ദാദ പറയുന്നു, തൻ്റെ ഖജനാവിനെ ചെക്ക് ചെയ്യൂ. സമയം നൽകുകയാണ്. ഇപ്പോൾ സമാപ്തിയുടെ ബോർഡ് വെച്ചിട്ടില്ല. അതിനാൽ ചെക്ക് ചെയ്യൂ, വർദ്ധിപ്പിച്ചുകൊണ്ടേ പോകൂ. ബാബ്ദാദയ്ക്ക് കുട്ടികളോട് സ്നേഹമുണ്ടല്ലോ. അപ്പോൾ ബാബ്ദാദ മനസ്സിലാക്കുന്നു, ഒരു കുട്ടിയും പിന്നിലായി പോകരുത്. ഓരോ കുട്ടിയും ഏറ്റവും മുന്നിൽ പോകട്ടെ. മുന്നോട്ട് പോകവേ ദേഹാഭിമാനം വന്നു പോകുന്നു. സ്വമാനവും ദേഹാഭിമാനവും. ദേഹാഭിമാനത്തിൻ്റെ കാരണമാണ് സ്വമാനത്തിൽ ഉണ്ടാകുന്ന കുറവ്. അപ്പോൾ ദേഹാഭിമാനത്തെ ഇല്ലാതാക്കാനുള്ള വളരെ സഹജമായ ഉപാധിയാണ്. ദേഹാഭിമാനത്തിൽ വരുന്നതിൻ്റേത് ഒരേ ഒരു അക്ഷരമാണ്, ഒരേ ഒരു വാക്കാണ്. അതറിയുന്നുമുണ്ട്. ദേഹാഭിമാനത്തിൻ്റെ ഒരു വാക്ക് ഏതാണ്? മുന്നിലുള്ളവർ പറഞ്ഞു, ഞാൻ. ശരി, അപ്പോൾ എത്ര തവണ ഞാൻ ഞാൻ എന്ന് പറയുന്നുണ്ട്? മുഴുവൻ ദിവസത്തിലും എത്ര തവണ ഞാൻ എന്ന് പറയുന്നു? എപ്പോഴെങ്കിലും നോട്ട് ചെയ്തുവോ? ശരി, ഒരു ദിവസം നോട്ട് ചെയ്യണം. പലതവണ ഞാൻ എന്ന വാക്ക് വരിക തന്നെ ചെയ്യുന്നു. എന്നാൽ ഞാൻ ആരാണ്? ആദ്യത്തെ പാഠമാണ് ഞാൻ ആരാണ് എന്നത്. എപ്പോഴാണോ ദേഹാഭിമാനത്തിൽ ഞാൻ എന്ന് പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഞാൻ ആരാണ്? ആത്മാവാണോ ദേഹമാണോ? ആത്മാവ് ദേഹം ധാരണ ചെയ്തോ അതോ ദേഹം ആത്മാവിനെ ധാരണ ചെയ്തോ? എന്താണ് ഉണ്ടായത്? ആത്മാവാണ് ദേഹം ധാരണ ചെയ്തത്, ശരിയല്ലേ? അപ്പോൾ ആത്മാവ് ദേഹം ധാരണ ചെയ്തു എന്നിരിക്കെ ഞാൻ ആരാണ്? ആത്മാവാണല്ലോ. അപ്പോൾ സഹജ ഉപാധി ഇതാണ്. എപ്പോഴെല്ലാം ഞാൻ എന്ന വാക്ക് പറയുന്നുവോ അപ്പോൾ ഇത് ഓർമ്മിക്കൂ, ഞാൻ ഏതൊരു ആത്മാവാണ്.
ആത്മാവ് നിരാകാരമാണ്, ദേഹം സാകാരമാണ്. നിരാകാര ആത്മാവ് സാകാര ദേഹം ധാരണ ചെയ്തു. അപ്പോൾ എത്ര തന്നെ തവണ ഞാൻ എന്ന വാക്ക് പറയുന്നുവോ അത്രയും സമയം ഇത് ഓർമ്മിക്കൂ, ഞാൻ നിരാകാര ആത്മാവ് സാകാരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. എപ്പോൾ നിരാകാര സ്ഥിതി ഓർമ്മയുണ്ടായിരിക്കുമോ അപ്പോൾ സ്വതവേ നിരഹങ്കാരിയായി മാറും. ദേഹബോധം ഇല്ലാതാകും. അതേ ആദ്യ പാഠമായ ഞാൻ ആരാണ് എന്നത് സ്മൃതിയിൽ വയ്ക്കുകയും ഞാൻ ഏതൊരു ആത്മാവാണ് എന്ന് ആത്മാവിൻ്റെ ഓർമ്മ വരികയും ചെയ്യുന്നതിലൂടെ നിരാകാരി സ്ഥിതി ഉറയ്ക്കും. എവിടെ നിരാകാരി സ്ഥിതി ഉണ്ടായിരിക്കുമോ അവിടെ നിരഹങ്കാരിയും നിർവികാരി ആവുകയും ചെയ്യും. അപ്പോൾ നാളെ മുതൽ നോട്ട് ചെയ്യണം. എപ്പോഴാണോ ഞാൻ എന്ന വാക്ക് പറയുന്നത് അപ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? എത്ര തവണ ഞാൻ എന്ന വാക്ക് യൂസ് ചെയ്യുന്നുവോ അത്രയും തവണ നിരാകാരിയും നിരഹങ്കാരിയും നിർവികാരിയും സ്വതവേ ആയിക്കൊള്ളും. ശരി, ഇന്ന് യൂത്ത് ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്. യൂത്ത് ധാരാളമുണ്ട്. ബാബ്ദാദ യൂത്ത് ഗ്രൂപ്പിന് വരദാനം നൽകുകയാണ്. സദാ സമൃദ്ധമായിരിക്കണം. ഒരു ഖജനാവ് പോലും പാഴാക്കരുത്. സമൃദ്ധമായിരിക്കണം, സമൃദ്ധമാക്കണം. ലൗകിക ഗുരുക്കന്മാരും ആയുഷ്മാൻ ഭവ എന്ന ആശീർവാദം നൽകുന്നു. ബാബ്ദാദ പറയുന്നു, ശരീരത്തിൻ്റെ ആയുസ് എത്രയുണ്ടോ അത്രയുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ശരീരത്തിൻ്റെ ആയുസ്സിൻ്റെ കണക്കനുസരിച്ചല്ല ആയുഷ്മാൻ ഭവ എന്ന വരദാനം നൽകുന്നത്. എന്നാൽ ഈ ബ്രാഹ്മണ ജീവിതത്തിൽ സദാ ആയുഷ്മാൻ ഭവ. എന്തുകൊണ്ട്? ബ്രാഹ്മണൻ തന്നെയാണ് ദേവതയാകുന്നത്. അപ്പോൾ ആയുഷ്മാൻ ആകുമല്ലോ. യൂത്തിന് ഒരു വിശേഷതയുണ്ട്. യൂത്ത് ആയ നിങ്ങൾ തൻ്റെ വിശേഷതയെ അറിയുന്നുണ്ടോ? എന്ത് വിശേഷതയാണുള്ളത് അറിയാമോ? താങ്കളിൽ എന്ത് വിശേഷതയാണുള്ളത്? മുന്നിലുള്ളവർ പറഞ്ഞു, എന്താഗ്രഹിക്കുന്നോ അത് ചെയ്യുവാൻ സാധിക്കും. നല്ലത് ചെയ്യുവാൻ സാധിക്കുമോ? നല്ല കാര്യമാണ്. ലോകത്തിൻ്റെ കണക്കനുസരിച്ച് പറയുന്നു, യൂത്ത് വളരെയധികം വാശിയുള്ളവരാണ്. എന്ത് ചിന്തിക്കുമോ അത് ചെയ്യും, കാണിക്കും. അവർ തലകീഴായാണ് പറയുന്നത്. എന്നാൽ ബ്രാഹ്മണരായ യൂത്ത് വാശിക്കാരല്ല, എന്നാൽ തൻ്റെ പ്രതിജ്ഞയിൽ ഉറച്ചിരിക്കുന്നവരാണ്. ഇവിടെ പിന്മാറുന്നവരല്ല. യൂത്ത് ഇങ്ങനെയാണോ? കൈ ഉയർത്തുന്നത് വളരെ സഹജമാണ്. ബാബ്ദാദ സന്തോഷിക്കുന്നു. കൈ ഉയർത്തുക ഇതും ധൈര്യമാണല്ലോ. എന്നാൽ ദിവസവും അമൃതവേളയിൽ ബാബയോട് ചെയ്ത പ്രതിജ്ഞകൾ, അതായത് ഞാൻ ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പ്രാപ്തിയിൽ നിന്നും സേവനത്തിൽ നിന്നും ഒരിക്കലും സങ്കല്പത്തിൽ പോലും പിന്മാറുകയില്ല. ഈ ധൈര്യത്തെയും പ്രതിജ്ഞയെയും ദിവസവും ആവർത്തിക്കൂ. വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യൂ. ഏതൊരു ധൈര്യം വെച്ചുവോ സങ്കല്പം എടുത്തുവോ അത് പ്രാക്ടിക്കലിൽ നടന്നുകൊണ്ടിരിക്കുകയാണോ? ഗവൺമെൻറ് പറയുന്നു 2-4 ലക്ഷം പേർ തയ്യാറായാൽ പോലും നല്ലതാണ്. ബാബ്ദാദ പറയുന്നു, ഈ ബ്രാഹ്മണ യൂത്ത് ഓരോരുത്തരും ലക്ഷ്യത്തിന് സമാനമാണ്. ഇത്രയും ശക്തരാണോ? ആണോ? നോക്കൂ, വീട്ടിൽ പോയ ശേഷം ബാബ മായ വന്നു, സംസ്കാരം വന്നു, സമസ്യ വന്നു എന്ന് എഴുതരുത്. സമസ്യകളുടെ പരിഹാര സ്വരൂപമാകൂ. സമസ്യകൾ വരും, എന്നാൽ സ്വയം തന്നോട് ചോദിക്കൂ, ഞാൻ ആരാണ്? പരിഹാര സ്വരൂപമാണോ അതോ സമസ്യയോട് തോൽക്കുന്നവരാണോ? നിങ്ങൾ ഏവരുടെയും ടൈറ്റിൽ എന്താണ്? വിജയീ രത്നം എന്നാണോ? തോറ്റുപോകുന്ന രത്നം എന്നാണോ? വിജയീ രത്നം എന്നാണ്. ബ്രാഹ്മണ ജന്മം ഉണ്ടായപ്പോൾ തന്നെ ബാബ്ദാദ ഓരോ ബ്രാഹ്മണൻ്റെയും മസ്തകത്തിൽ അമരമായ വിജയതിലകവും അണിയിച്ചു. അപ്പോൾ അമർ ഭവയുടെ വരദാനിയാണ്. ഇപ്പോൾ സ്വയം തന്നോട് വാഗ്ദാനം ചെയ്യൂ. പൊതുവെ വാഗ്ദാനം എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും ചെയ്യും. എന്നാൽ തൻ്റെ മനസ്സിൽ സ്വയം തന്നോട് വാഗ്ദാനം ചെയ്യൂ.
ഒരിക്കലും സംസ്കാരത്തിന് വശപ്പെടുകയില്ല. എന്താണോ ബാബയുടെ സംസ്കാരം, അതാണ് ബ്രാഹ്മണ ആത്മാവായ എൻ്റെ സംസ്കാരം. എന്താണോ ദ്വാപര കലിയുഗത്തിൻ്റെ സംസ്കാരം, അത് എൻ്റെ സംസ്കാരമല്ല. കാരണം ബാബയുടെ സംസ്കാരം അല്ല. ഈ തമോഗുണി സംസ്കാരം ബ്രാഹ്മണരുടെ സംസ്കാരമാണോ? അല്ലല്ലോ. അപ്പോൾ താങ്കൾ ആരാണ്? ബ്രാഹ്മണനാണല്ലോ. ബാബ്ദാദയ്ക്കും യൂത്ത് ഗ്രൂപ്പിന്മേൽ അഭിമാനമുണ്ട്. നോക്കൂ, ദാദിമാർക്കും യൂത്തിൻ്റെ മേൽ അഭിമാനമുണ്ട്. ദാദിക്ക് യൂത്തിനോട് സ്നേഹമുണ്ടല്ലോ, എക്സ്ട്രാ സ്നേഹമുണ്ട്. കുമാർ സുകുമാർ ആണ്. കുമാർ അല്ല, സുകുമാർ ആണ്. ഓരോരോ കുമാരനും വിശ്വത്തിലെ കുമാരന്മാരുടെ പരിവർത്തനം ചെയ്തു കാണിക്കുന്നവരാണ്. ശരി, കുമാരന്മാർക്ക് ജോലി നൽകട്ടെ. ധൈര്യമുണ്ടോ? ചെയ്യേണ്ടി വരും. കുമാരിമാർ ചെയ്യുമോ? അപ്പോൾ ജോലി നൽകുകയാണ്. ശ്രദ്ധയോടെ കേൾക്കണം. അടുത്ത സീസൺ ആകുമ്പോൾ, അടുത്ത സീസണിൽ കുമാരന്മാരുടെ ഇങ്ങനെ തന്നെ സ്പെഷ്യൽ പ്രോഗ്രാം വയ്ക്കും. പക്ഷേ എന്നതുമുണ്ട്. കൂടുതൽ ജോലി നൽകുന്നില്ല. ഓരോരോ കുമാരനും 10 കുമാരന്മാരുടെ ചെറിയൊരു കൈയുടെ കങ്കണം, അതായത് ബ്രേസ്ലെറ്റ് തയ്യാറാക്കി കൊണ്ടുവരണം. കയ്യിൽ കങ്കണം ഇടാറുണ്ടല്ലോ. ബ്രഹ്മബാബയുടെ കയ്യിൽ സദാ പുഷ്പങ്ങളുടെ കങ്കണം ഇടുന്നു. അപ്പോൾ ഓരോരോ കുമാരനും അപക്വമായവരെ കൊണ്ടുവരരുത്, ഉറച്ചവരെ കൊണ്ടുവരണം. മധുബനിൽ വരികയും പിന്നെ വീട്ടിൽ പോകുമ്പോൾ മാറുകയും ചെയ്യുക എന്നത് പാടില്ല. ഇങ്ങനെയുള്ള ഉറച്ചവരാക്കിയ ശേഷം കൊണ്ടുവരണം. അത് ബാബ്ദാദ കണ്ട് ആഹാ കുമാർ ആഹാ എന്ന് പറയണം. ഈ വിധം തയ്യാറാണോ? ഇങ്ങനെ ചെയ്യുമോ? അല്പം ചിന്തിക്കൂ. വെറുതെ കൈ ഉയർത്താതിരിക്കൂ. ചെയ്യേണ്ടി വരും, തയ്യാറാക്കേണ്ടി വരും. ഡബിൾ ഫോറിനേഴ്സും ചെയ്യുമോ? ഡബിൾ ഫോറിനേഴ്സിലെ കുമാരന്മാർ കൈ ഉയർത്തൂ. താങ്കളും 10 പേരെ കൊണ്ടുവരുമല്ലോ. ഫോറിനേഴ്സും കൊണ്ടുവരും, ഇന്ത്യയിലുള്ളവരും കൊണ്ടുവരും. പിന്നെ ആര് ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റിയെ കൊണ്ടുവരുമോ അവർക്ക് സമ്മാനം നൽകും. മികച്ച സമ്മാനം നൽകും, കുറഞ്ഞത് നൽകുകയില്ല. കുമാരന്മാരോട് സ്നേഹമുണ്ടല്ലോ. അഥവാ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കർമ്മം ചെയ്യുന്ന കുമാരന്മാരെ ലഭിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് എത്ര സന്തോഷിക്കും. അഥവാ താങ്കൾ 10 കുമാരന്മാരെ കൊണ്ടുവരികയാണെങ്കിൽ മുഴുവൻ ഹാളും കുമാരന്മാരെ കൊണ്ട് നിറയും. പിന്നെ ഗവൺമെൻറ്റിനെ വിളിക്കും, നോക്കൂ ഇത് കുമാരന്മാരാണ് എന്ന്. എന്നാൽ കൊണ്ടുവരേണ്ടി വരും, തയ്യാറാക്കേണ്ടി വരും. അഥവാ തൻ്റെ സ്ഥിതിയും ലക്ഷ്യവും ലക്ഷണവും സമാനമാക്കി വയ്ക്കുകയാണെങ്കിൽ സേവനത്തിൽ സഫലത ഉണ്ടാകുമോ അതോ ഇല്ലയോ എന്ന സങ്കല്പം പോലും ഉയരുക സാധ്യമല്ല. ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. കേവലം താങ്കൾക്ക് നിമിത്തമാകേണ്ടി വരും. ഈ പ്രതിജ്ഞ സദാ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിശയം ചെയ്യുക തന്നെ വേണം. ശരി, മുരളിക്കിടയിൽ പെട്ടെന്ന് ബാബ്ദാദയുടെ മുന്നിൽ 2 കുമാരന്മാർ സ്റ്റേജിലേക്ക് വന്നു. അവരെ നീക്കം ചെയ്തു. ശരി, ഇപ്പോൾ കളിക്കുള്ളിലെ കളി കണ്ടു. ഇപ്പോൾ ബാബ്ദാദ പറയുന്നു, സാക്ഷിയായി കളി കണ്ടു, എൻജോയ് ചെയ്തു. ഇപ്പോൾ 1 സെക്കൻഡിൽ പൂർണ്ണമായും ദേഹത്തിൽ നിന്നും വേറിട്ട് പവർഫുൾ ആത്മീയ രൂപത്തിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കുമോ? ഫുൾ സ്റ്റോപ്പ്. ബാബ്ദാദ വളരെ പവർഫുൾ ഡ്രിൽ ചെയ്യിച്ചു. ശരി, ഈ അഭ്യാസം ഓരോ സമയത്തും ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ നിമിഷം കാര്യത്തിൽ വന്നു. ഇപ്പോൾ തന്നെ കാര്യത്തിൽ നിന്നും വേറിട്ട് സാകാരിയും നിരാകാരിയുമായ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു അനുഭവം കണ്ടോ? ഏതൊരു സമസ്യ വന്നാലും ഇതേപോലെ തന്നെ 1 സെക്കൻഡിൽ സാക്ഷി ദൃഷ്ടാവായി സമസ്യയെ ഒരു സൈറ്റ് സീനായി മനസ്സിലാക്കി കൊടുങ്കാറ്റിനെ
ഒരു ഉപഹാരമായി മനസ്സിലാക്കി അതിനെ മറികടക്കൂ. അഭ്യാസമുണ്ടല്ലോ. മുന്നോട്ടു പോകവേ ഇങ്ങനെയുള്ള അഭ്യാസത്തിൻ്റെ വളരെയധികം ആവശ്യകത ഉണ്ടാകും. ഫുൾ സ്റ്റോപ്പ്. ക്വസ്റ്റ്യൻ മാർക്ക് പാടില്ല. ഇതെന്തുകൊണ്ടുണ്ടായി? ഇത് എങ്ങനെ ഉണ്ടായി? സംഭവിച്ചു. ഫുൾ സ്റ്റോപ്പ്. തൻ്റെ ഫുൾ ശക്തിശാലി സ്റ്റേജിൽ സ്ഥിതി ചെയ്യൂ. സമസ്യ താഴെ നിലനിൽക്കും. താങ്കൾ ഉയർന്ന സ്റ്റേജിലൂടെ സമസ്യയാകുന്ന സൈഡ് സീൻ കണ്ടുകൊണ്ടിരിക്കും. ശരി. 4 ഭാഗത്തുമുള്ള സർവ്വ ഖജനാവുകളാൽ സമ്പന്നമായ ആത്മാക്കൾക്ക് സദാ ഓരോ സമയത്തും പ്രാപ്തികളാൽ നിറഞ്ഞിരിക്കുകയും പുഞ്ചിരിച്ചുകൊണ്ട് ഹർഷിതമായിരിക്കുകയും ചെയ്യുന്ന ആത്മാക്കൾക്ക് സദാ ബാബയോട് ചെയ്ത പ്രതിജ്ഞയെ ജീവിതത്തിൽ പ്രത്യക്ഷമാക്കുന്ന ജ്ഞാനി ആത്മാക്കൾക്ക്, യോഗി ആത്മാക്കളായ കുട്ടികൾക്ക്, സദാ ലക്ഷ്യത്തെയും ലക്ഷണത്തെയും സമാനമാക്കുന്ന ഭാവിക്ക് സമാനരായ ആത്മാക്കൾക്ക്, സദാ ഓരോ സമയത്തും സർവ ഖജനാവുകളുടെയും സ്റ്റോപ്പും ചെയ്യുന്ന തീവ്ര പുരുഷാർത്ഥികളായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ, ദിലാരാമൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. പരിതസ്ഥിതികളെ ശിക്ഷകനായി മനസ്സിലാക്കി അവയിൽ നിന്നും പാഠം പഠിക്കുന്ന അനുഭവി മൂർത്തിയായി ഭവിക്കട്ടെ. ഏതൊരു പരിതസ്ഥിതിയിലും ഭയപ്പെടുന്നതിന് പകരം അല്പസമയത്തേക്ക് വേണ്ടി അതിനെ ശിക്ഷകനായി മനസ്സിലാക്കൂ. പരിതസ്ഥിതി താങ്കളെ വിശേഷിച്ച് 2 ശക്തികളുടെ അനുഭവിയാക്കുന്നു. ഒന്ന് സഹനശക്തി, രണ്ടാമത്തേത് നേരിടാനുള്ള ശക്തി. ഈ 2 പാഠവും പഠിക്കൂ. അപ്പോൾ അനുഭവിയായി മാറും. നമ്മൾ ട്രസ്റ്റിയാണ്, എൻ്റേത് ഒന്നും തന്നെയില്ല എന്ന് പറയുന്നു എന്നിരിക്കെ പരിതസ്ഥിതികളോട് ഭയപ്പെടുന്നത് എന്തുകൊണ്ട്? ട്രസ്റ്റി എന്നാൽ സർവ്വതും ബാബയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അതിനാൽ എന്ത് സംഭവിക്കുമോ അത് നല്ലത് മാത്രമേ സംഭവിക്കൂ. ഈ സ്മൃതിയിലൂടെ സദാ നിശ്ചിന്തമായി സമർത്ഥ സ്വരൂപത്തിൽ ഇരിക്കൂ. സ്ലോഗൻ. ആരുടെ സ്വഭാവം മധുരമാണോ അവർക്ക് അറിയാതെ പോലും ആർക്കെങ്കിലും ദുഃഖം നൽകാൻ സാധിക്കില്ല. ഓം ശാന്തി. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ജ്യോതിയായ ഞാൻ അജർ, അമർ, അവിനാശി ആത്മാവാണ്. അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരമധാമം ആകുന്ന എൻ്റെ വീട്ടിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്നു. ആദ്യത്തെ 2 യുഗങ്ങളിൽ ഞാൻ സമ്പൂർണ്ണ സുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജന്മങ്ങളിലൂടെ കടന്നുപോയി. കാരണം ഞാൻ ആ സമയം സർവഗുണ സമ്പന്നമായിരുന്നു. സമ്പൂർണ്ണ നിർവികാരിയായിരുന്നു. ആത്മാഭിമാനിയായിരുന്നു. എന്നാൽ ദ്വാപര യുഗം മുതലുള്ള എൻ്റെ ജീവിത യാത്രയിൽ ആത്മവിസ്മൃതി കാരണം എൻ്റെ ഈശ്വരീയ സമ്പത്തുകൾ നഷ്ടമാകുവാൻ തുടങ്ങി.
ഇപ്പോൾ വീണ്ടും ഈ അതിശ്രേഷ്ഠമായ സംഗമയുഗത്തിൽ സർവശക്തിവാനായ പരമാത്മാവ് എനിക്ക് സത്യമായ ജ്ഞാനം നൽകിയിരിക്കുന്നു. ഞാൻ ദേഹമല്ല, ആത്മാവാകുന്നു. ശാന്ത സ്വരൂപമാകുന്നു. സ്നേഹ സ്വരൂപമാണ്. ആനന്ദ സ്വരൂപമാണ്. ആനന്ദം എൻ്റെ സ്വഭാവമാണ്. സുഖം എൻ്റെ സമ്പത്താണ്. ഞാൻ സത് ചിത് ആനന്ദ സ്വരൂപമാണ്. ഈ സ്മൃതിയുടെ സ്വരൂപമായി മാറുന്നു. ഇപ്പോൾ ഞാൻ ഈ ദേഹത്തു നിന്നും മാറി മുകളിലേക്ക് യാത്ര ചെയ്യുന്നു. ഒരു തിളങ്ങുന്ന ജ്യോതിയായി ഈ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയായി ആകാശമണ്ഡലവും കടന്ന് പരംധാമത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം നിറഞ്ഞ സമ്പൂർണ്ണ ശാന്തിയുടെ ഈ ലോകം എൻ്റെ വീടാണ്. എൻ്റെ മുന്നിൽ സർവ ദുഃഖങ്ങളും ഹരിച്ച് സുഖം നൽകുന്ന ആനന്ദ സാഗരമായ ശിവപരമാത്മാവിനെ കണ്ട് ഞാൻ ആനന്ദിതമാകുന്നു. ആരെയാണോ ഞാൻ ജന്മജന്മങ്ങളായി ഓർമ്മിച്ചത്, ആരുടെ ദർശനത്തിനാണോ ജന്മജന്മങ്ങൾ ഞാൻ ആഗ്രഹിച്ചത്, ആ ഈശ്വരൻ്റെ സമീപത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ബാബയുടെ അടുത്ത് ഞാൻ വന്നിരിക്കുകയാണ്. ബാബയുമായുള്ള ഈ മധുരമായ കൂടിക്കാഴ്ചയിൽ ബാബയുടെ സമീപത്ത് ഇരിക്കുമ്പോൾ അളവറ്റ സുഖം ഞാൻ അനുഭവിക്കുന്നു.
പ്രിയപ്പെട്ട ബാബ, അങ്ങ് എൻ്റേതാണ്. ബാബയും എന്നെ ബാബയുടെ പ്രിയപ്പെട്ട കുട്ടിയായി അതിയായി സ്നേഹിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഈ ഈശ്വരീയ സ്നേഹത്തിൽ ഈശ്വരൻ്റെ സുഖദായി കിരണങ്ങളുടെ, ആനന്ദദായി കിരണങ്ങളുടെ പ്രഭാവത്തിൽ ഞാൻ സമ്പന്നമാകുന്നു, സമ്പൂർണമാകുന്നു. ആത്മവിസ്മൃതിയുടെ ജീവിത യാത്രയ്ക്കിടയിൽ നഷ്ടമായ സർവ ഈശ്വരീയ സമ്പത്തും എനിക്ക് തിരികെ പ്രാപ്തമാകുന്നു. ഞാൻ ആനന്ദിതമായി ഈ ദിവ്യ അനുഭൂതിയാൽ സംതൃപ്തമായി സാകാര ലോകത്തിലേക്ക് തിരികെ യാത്ര ചെയ്യുന്നു. ദൃശ്യപ്രപഞ്ചത്തിലേക്ക് തിരികെ വന്ന് എൻ്റെ സാകാര ദേഹത്തിലേക്ക് വന്ന് മസ്തകമധ്യത്തിൽ സച്ചിത് ആനന്ദ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു.